VBT ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മോളിക്യൂൾസിന്റെ ജോമെട്രി അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് കുഞ്ഞുമക്കളെ ഞാൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടേമുകൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. നമ്മൾ VBT പറയുമ്പോൾ അവിടെ പറഞ്ഞൊരു പോസ്റ്റുലേറ്റ് ആണ് the d orbitals involved in the hybridization may either inner d orbital or outer d orbital. അതെന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഔട്ടർ ഷെല്ലിലെ എസും പിയും ഇന്നർ ഷെല്ലിലെ ഡി ഓർബിറ്റലും ആണെങ്കിൽ അത് ഇന്നർ ഡി ഓർബിറ്റലാണ്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത ഓർബിറ്റൽ ഇന്നർ ഡി ഓർബിറ്റലാണെന്ന് പറയും. ഇനി വല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അതിന്റെ കൂടെ തന്നെ പറഞ്ഞൊരു സംഗതിയുണ്ട്. ചിലപ്പോൾ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് ഇന്നർ ഡി ഓർബിറ്റൽ ആണെങ്കിൽ ചില ലിഗാൻഡുകൾ വരുമ്പോൾ ആ ഇന്നർ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോണുകൾ പരസ്പരം പെയർ ചെയ്യും. അയാളുടെ വരവ് കാണുമ്പോൾ തന്നെ അവർ പരസ്പരം പെയർ ചെയ്യും, അല്ലെങ്കിൽ സെൻട്രൽ മെറ്റലാറ്റം അവർ കപ്പിൾ ചെയ്യും. അങ്ങനെ സെൻട്രൽ മെറ്റലാറ്റത്തിന്റെ ഇന്നർ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ പെയറിങ്ങിന് കാരണമാകുന്ന ലിഗാൻഡുകളെ പറഞ്ഞ പേരാണ് സ്ട്രോങ് ലിഗാൻഡ്സ്. ഓക്കെ, സ്ട്രോങ് ലിഗാൻഡ്സ്. ഈ സ്ട്രോങ് ലിഗാൻഡുകൾക്ക് വേറൊരു ഡെഫിനിഷൻ നമ്മൾ CFT പറയുമ്പോൾ പറയും കേട്ടോ, സ്ട്രോങ് ലിഗാൻഡ്സ്. അപ്പൊ എന്താണ് സ്ട്രോങ് ലിഗാൻഡ്സ്? ലിഗാൻഡ്സ് which can cause the pairing up of electrons. Ligands which cause pairing of electrons, pairing up of d electrons. Okay, d electrons are called strong ligands. ഓക്കെ, അതേസമയം ചില ആൾക്കാർ വരുമ്പോൾ പെയറിംഗ് ഒന്നും സംഭവിക്കില്ല, അവർ അവിടെ തന്നെ അങ്ങനെ നിൽക്കും, പെയറിങ്ങിനൊന്നും മെനക്കെടൂല. അപ്പൊ ആ വരുന്ന ലിഗാൻഡുകൾ പറഞ്ഞ പേരാണ് വീക്ക് ലിഗാൻഡ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ലിഗാൻഡ്സ് which cannot cause the pairing of d electrons. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ NH3, ഓക്കെ, CO and CN-. ഇവർ സ്ട്രോങ് ആണെന്നുള്ള കാര്യം മനസ്സിലാപ്പിച്ചു വച്ചേക്കാം. ഇനി ഇവിടെ പഠിക്കേണ്ടത് Cl- F-H2O. ഇത്ര മാത്രം ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പൊ തലയിലുണ്ടാവല്ലോ. ഇനി നമ്മൾ ജോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാണ്ടി പോവാണ്. നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 4 കോർഡിനേറ്റഡ് കോംപ്ലക്സസും 2 6 കോർഡിനേറ്റഡ് കോംപ്ലക്സസ്. ഓക്കെ, 3 4 കോർഡിനേറ്റഡ് കോംപ്ലക്സ്, 2 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ്. ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാഷ് ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായി ശ്രദ്ധിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയുള്ള കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോമെട്രിയും അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നമ്മുടെ ആദ്യത്തെ കോംപ്ലക്സ് NiCN4, NiCN4 2-. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ പേരെന്താ കുഞ്ഞുമക്കളെ? എന്താണ് പേര്? ടെട്രാ സയാനോ അല്ലെ? സയനിഡോ ഓർ ടെട്രാ സയാനോ, ഓർ സയനിഡോ നിക്കലൈറ്റ്. എന്തുകൊണ്ട്? മുകളിൽ മൈനസ് ചാർജ് ഉള്ളത്. ഓക്കെ, ടെട്രാ സയാനോ നിക്കലൈറ്റ്. കുഞ്ഞുമക്കൾക്ക് പേരിലൂടെ നന്നായിട്ട് അറിയാം. നിക്കലൈറ്റ്. ഇനി എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ ചെയ്തേണ്ടത്? നിക്കല് X നമുക്ക് അറിയില്ല, 4 Cl മൈനസ് ഒന്നിൻ്റെത് 4, സോറി ഒന്നിൻ്റെത് -1 അല്ലേ? അങ്ങനെയുള്ള 4 എണ്ണം ഉണ്ട്. അപ്പൊ X - 4 is equal to -2 അല്ലെ? സോ X is equal to 2. സോ നിക്കലേറ്റ് 2 അയോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് ടെട്രാസയാനോ നിക്കലേറ്റ് 2 അയോൺ. അപ്പൊ മക്കളെ നിങ്ങൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് അതിലെ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, നിക്കൽ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 28 ആണല്ലോ. നിക്കൽ 28 ആണ്. അപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s അങ്ങനെ പോയിട്ട് 3d8 4s2 വരും. ശരിയാണോ? 3d8 4s. മറന്നുകൂടാ, ഇതൊക്കെ നിക്കല് കൊബാൾട്ട് കോപ്പർ ഇങ്ങനെ അയേണ് മാംഗനീസ് ഇങ്ങനെയുള്ളവരെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കൊബാൾട്ട്
നിക്കൽ സിങ്ക്. ഇത് 25, 26, 27, 28, 29, 30. ഇവരെ ചോദിച്ചാൽ മതി, ഇവരെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോ നിക്കലിൻ്റെ 3d8 അല്ലെ, 3d8 4p0, 3d8 4p0 ഇതാണ് നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കതിന്റെ ബോക്സ് ടൈപ്പിൽ കാണിച്ചാലോ? 1 2 3 4 5, ഡിയിൽ 5 ഓർബിറ്റല്, 2 4s ഓർബിറ്റല്, 4p എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ? ഇനി ഇലക്ട്രോൺസ് ഫില്ല് എങ്ങനെയാ? അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളിസ് എക്സ്പ്ലോഷൻ പ്രിൻസിപ്പിൾ, ഇതെല്ലാം അറിയണം കേട്ടോ. 1 2 3 4 5 6 7 8, 3d8 4s2 4p0. ഓക്കെ, ഇത് നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. പക്ഷെ ഈ കോംപ്ലക്സിൽ നിക്കൽ ആറ്റമായിട്ടല്ല ഉള്ളത്. പിന്നെയോ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? 2 ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സിൽ നിക്കൽ 2+ ആയിട്ടാണ് ഉള്ളത്, നിക്കൽ ആറ്റമായിട്ടല്ല, നിക്കൽ 2+ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ എന്താ? 2 ഇലക്ട്രോൺ ലോസ് ചെയ്യണം. അപ്പൊ അവിടെ നിന്ന് ഇലക്ട്രോൺ ലോസ് ചെയ്യുക ലാസ്റ്റത്തെ ഷെല്ലിൽ നിന്ന് അല്ലെ? അപ്പൊ 4sൽ നിന്ന് 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നു. കണ്ടോളൂ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാവാം, എങ്ങനെ ഉണ്ടാകും? ഈ 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്തു, 2 ഇവിടെ നിന്നൊന്നും ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നില്ല. കുഞ്ഞൊക്കെ ക്ലിയർ ആണല്ലോ? അപ്പൊ നിക്കൽ 2+, ഇതാണ് സെൻട്രൽ മെറ്റൽ അയോൺ. ഇതിലുള്ളത് സെൻട്രൽ മെറ്റൽ അയോൺ നിക്കൽ 2+ ആണ്. ഇനി നമ്മുടെ പോസ്റ്റുലേറ്റുകൾ വെച്ചിട്ട് ഇതിന്റെ ജോമെട്രി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സോ അപ്പൊ ഇവിടെ കോംപ്ലക്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിക്കൽ 2+മായിട്ട് 4 സയാനോ ലിഗാൻഡുകൾ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന എന്നാണ് അല്ലെ? അപ്പൊ 4 സയാനോ ലിഗാൻഡുകൾ CN- ലിഗാൻഡുകൾ പുറപ്പെട്ടു എന്നുള്ള വിവരം നിക്കൽ 2+ന് കിട്ടി. അപ്പൊ അയാൾ എന്താണെന്ന് അറിയാവോ? VBT പ്രകാരം അയാളുടെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. കോർഡിനേഷൻ നമ്പർ 4ന് ഈക്വൽ ആയിട്ടുള്ള എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ 4 എംപ്റ്റി ഓർബിറ്റൽസ് വേണം. അപ്പൊ നോക്ക്, ഇവിടെ 4 എംപ്റ്റി ഓർബിറ്റൽ ഉണ്ടല്ലോ, 1 2 3 4 എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ട്. പക്ഷേ വരുന്ന ലിഗാൻഡ് കുറച്ച് കാര്യപ്പെട്ട ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രോങ് ലിഗാൻഡിൽപ്പെട്ട സയാനോ ലിഗാൻഡ് ആണ്. അപ്പൊ എന്താണെന്ന് അറിയാവോ? വരുന്നത് സയാനോ ലിഗാൻഡ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഈ എന്താ പറയാ 3Dയിലുള്ള 2 എംപ്റ്റി ഓർബിറ്റൽ കണ്ടോ, സോറി 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് കണ്ടോ, അതിന് പേര് ചെയ്യിപ്പിക്കും. അതായത് ഇവിടെയുള്ള ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ കേൾക്കണം, ആ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ചോ. ഇൻ NiCN4 2- എന്നുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അറിയാവുക? അവിടെ നിക്കൽ 2+ ആയിട്ട് ആ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടില്ല. ആ ഫോം ചെയ്യുന്നതാണ് കുഞ്ഞുമക്കളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിങ്ങോട്ട് വന്നാല് ഇത് ഫുൾഫിൽഡ് ആയി, ഇതും ഫുൾഫിൽഡ് ആയി, ഇതും ഫുൾഫിൽഡ് ആയി, ഇതും ഫുൾഫിൽഡ് ആയി. 3Dയിലെ ഒരു ഓർബിറ്റൽ എംപ്റ്റി ആയി കേട്ടാ. 3Dയിലെ ഒരു ഓർബിറ്റൽ എംപ്റ്റി ആയി. then 4s 4p. ഇനി എത്രയാണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പൊ 4 എംപ്റ്റി ഓർബിറ്റൽസ് വന്നു. അപ്പൊ ഇദ്ദേഹം ആര്? നമ്മുടെ മിസ്റ്റർ Ni2+ 4 ഓർബിറ്റൽസ് വേക്കന്റ് ആക്കി വെക്കും. ഏതെല്ലാം അറിയോ? 1 2 3 4. ഇതാ ഈ 4 എണ്ണത്തിനെ വേക്കന്റ് ആക്കി വെച്ചു. നാലെണ്ണത്തിനെ വേക്കന്റ് ആക്കി വെച്ചു. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് പറഞ്ഞത്. ഇനി ഏതെല്ലാം വേക്കന്റ്? 1 3D 1 4s and 2 4p. 1 3D 1 2 4s and 2 4p ഓർബിറ്റൽസ്. ഇനി ഇങ്ങനെ വെറുതെ വെക്കുന്ന അല്ല, ഇല്ല, അതിനെ മിക്സ് ചെയ്യോ. ഈ 4 ഓർബിറ്റൽ
ഓർബിറ്റൽസ് പരസ്പരം മിക്സ് ചെയ്തിട്ട് 4 പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകും. ഓക്കെ, ഈ 4 മിക്സ് ചെയ്തിട്ട് 4 പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകും. അതിന് ഞാനിത് ഒന്നെങ്കിൽ താഴെ വീഴ്ത്തുന്ന 4 വേറെ ആയിട്ട് കാണിക്കാം, 4 പുതിയത് ഉണ്ടായി എന്നുള്ളത് ഇങ്ങനെ കാണിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മതി. 4 ഓർബിറ്റൽസ് മിക്സ് ചെയ്താൽ പുതിയ എന്തുണ്ടാകും? 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. ആ 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ ഓരോന്നിന്റെയും പേരാണ് DsP2. ഒരു ഡിയും ഒരു എസും 2 പിയും കമ്പൈൻ ചെയ്തിട്ടുണ്ടായ മിക്സ് ചെയ്തിട്ടുണ്ടായ പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. എത്ര എണ്ണം? 4 എണ്ണം. ആ 4 എണ്ണമാണ് ഇത്. 1 2 3 4. തൊട്ട് മുമ്പിൽ അറ്റോമിക് ഓർബിറ്റൽ ആണ്, ഇപ്പോൾ അത് മിക്സ് ചെയ്യപ്പെട്ടു. ഇനി അത് 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. അതൊന്നും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ താഴെ 4 ബോക്സ് വെച്ചിട്ട് അങ്ങനെ കാണിക്കാം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് എല്ലാം ഒരേപോലെ തന്നെ, ഒരേ എനർജി അല്ലേ, അങ്ങനെ ഒറ്റ സെറ്റ് ആയിട്ട് വേണമെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും മതി. ഓക്കെ, അപ്പോ 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. എല്ലാം നമ്മുടെ VBT പ്രകാരം തന്നെയാണ്. ഓക്കെ, നിക്കൽ 2+ ആണ് ഈ കോംപ്ലക്സിലുള്ളത്. നിക്കൽ 2+ Cn- വരവ് അറിഞ്ഞപ്പോൾ 4 empty ഓർബിറ്റൽസ് റെഡിയാക്കി വെച്ചു. ആ 4 empty ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ് ചെയ്യപ്പെട്ടിട്ട് 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. ഇനി ആര് വരുന്നു? Cn- വന്നെത്തി. ഓരോ Cn- കയ്യിലും 2 ഇലക്ട്രോണുകൾ വീതം ഉണ്ടാവും, അതായത് ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് വീതം ഉണ്ടാവും. അതിൽ ഓരോ ലോൺ പെയർ ഇലക്ട്രോണും ഓരോ ഓർബിറ്റലിൽ ഇറക്കി വെക്കുന്നു. അങ്ങനെ ലിഗാൻഡിന്റെ ഇലക്ട്രോൺ പെയറിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതാ ഇവിടെ ലിഗാൻഡ് കൊണ്ടുവച്ച് ഇലക്ട്രോൺ പെയർ ക്രോസ് എടുത്ത് കാണിക്കാം. This is electron pair from one Cn- ligand. This is from second. This is from third, and this is from fourth. Okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും 1 കോർഡിനേറ്റ് ബോണ്ട്, 2nd കോർഡിനേറ്റ് ബോണ്ട്, 3rd കോർഡിനേറ്റ് ബോണ്ട്, 4th കോർഡിനേറ്റ് ബോണ്ട്, 4 കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്യും. എന്നിട്ട് അവിടെ എഴുതുക 4 ഇലക്ട്രോൺ പേഴ്സ്. ഇത് ഏത് ഇലക്ട്രോൺ പേഴ്സാ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെയാണോ? അല്ല, 4 ഇലക്ട്രോൺ പേഴ്സ് ഫ്രം 4 Cn- ligands. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് ജോമെട്രി പറയാം. ഏതാണ് ഹൈബ്രിഡൈസേഷൻ? DsP2. അപ്പൊ VBT അവസാനത്തെ പോസ്റ്റ്ലേറ്റ് പ്രകാരം ഹൈബ്രിഡൈസേഷൻ DsP2 ആണെങ്കിൽ നിസ്സംശയം പറയാം സ്ക്വയർ പ്ലാനാർ ജിയോമെട്രി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ജിയോമെട്രി? ഒരു സ്ക്വയർ, ഒരു പ്ലെയിനിന് സ്ക്വയർ. ഓക്കെ, അതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം നിക്കൽ 2+. വേണ്ട, ചാർജ് കാണിക്കണ്ട, നിക്കൽ. ഓക്കെ, അതിന്റെ 4 കോണുകളായിട്ട് 4 Cn-, Cn-. ഓക്കെ, ഇനി ആ ബോണ്ട് കാണിക്കുക. Cn- ലിഗാൻഡ് നിക്കലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു. 3rd one, 4th one. ടോട്ടൽ ചാർജ്, കോംപ്ലക്സിന്റെ ചാർജ് 2-. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാം. നോക്ക്, ഇതിൽ എവിടെയും എന്തില്ല? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെയുള്ള ഓർബിറ്റലുകളിൽ മുഴുവനും ഫുൾഫിൽഡ് ഓർബിറ്റൽസ് ആണുള്ളത്, അതായത് എംപ്റ്റി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. Due to the absence of unpaired electrons, the complex is diamagnetic in behavior. അപ്പൊ ഇത്രയേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു കോംപ്ലക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തന്നാൽ നിങ്ങൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അതിലെ സെൻട്രൽ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, 2 അത് അയോണിക് ഫോമിലാണ് ഉള്ളതെങ്കിൽ ആ അയോണിന്റെ കോൺഫിഗറേഷൻ എഴുതുക. ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ പേര് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പേര് ചെയ്യിപ്പിക്കണ്ട. ഓക്കെ, എന്നിട്ട് ഈ ലിഗാൻഡിന്റെ എണ്ണം എത്രയാണോ അത്രയും എംപ്റ്റി ഓർബിറ്റൽസ് എടുക്കുക. അതിന് ഹൈബ്രിഡ് എംപ്റ്റി ഓർബിറ്റൽസിന് ഒരു വട്ടത്തിൽ ഒരു എന്താ പറയുക, ഒരു ബോക്സിനുള്ളിലാക്കുക. എന്നിട്ട് അതിനെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുപ്പിച്ചിട്ട്, അതായത് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ പേരും എണ്ണം അതിന്റെ മുകളിൽ എഴുതുക. അതിലേക്ക് ലിഗാൻഡിന്റെ ഇലക്ട്രോൺ പെയർ ഫില്ല് ചെയ്യുക. ഹൈബ്രിഡൈസേഷൻ നോക്കിയിട്ട് ജിയോമെട്രി വരക്കുക.
അതേപോലെ എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അവിടെ അതിന്റെ എന്താ പറയുക മാഗ്നറ്റിക് പ്രോപ്പർട്ടി എഴുതുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി മാഷ് ഇതേപോലെ തന്നെ വേറൊരു കോംപ്ലക്സ്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് മായ്ക്കാണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇതേ നിക്കൽ തന്നെയുള്ള ഒരു കോംപ്ലക്സ് ആണ്, നിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പൊ നെക്സ്റ്റ് മാഷ് പറയാൻ പോകുന്ന കോംപ്ലക്സ് NiCl4 NiCl4 ഇതാണ് കോംപ്ലക്സ്. നമ്മുടെ രണ്ടാമത്തെ കോംപ്ലക്സ് NiCl4 അപ്പൊ ഇതിന്റെ പേര് അറിയാലോ എന്താ പറയാ, ടെട്രാക്ലോറിഡോ നിക്കലേറ്റ് 2 അല്ലെ, ടെട്രാക്ലോറിഡോ നിക്കലേറ്റ് 2. ഇനി മാഷ് പെട്ടെന്ന് പറഞ്ഞു പോവേ. നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു 3d8 ഇനി അതിലെ ഡൗട്ട് ഒന്നുമില്ല, 3d8 ഇനി ഈ നിക്കൽ ഇതിൽ നിക്കൽ 2+ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നിക്കൽ 2+ന്റെ കോൺഫിഗറേഷൻ 2 ഇലക്ട്രോൺസ് ലാസ്റ്റത്തെ ഷെല്ലിൽ നിന്ന് ലോസ് ചെയ്യുന്നു, 2 4. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ലോസ് ചെയ്യില്ല അല്ലെ, ഇവിടെ ഇങ്ങനെ തന്നെയാണുള്ളത്. നിക്കൽ 2+ കോംപ്ലക്സിൽ നിക്കൽ 2+ ആയിട്ടാണ് ഉള്ളത്. ഇനിയാണ് കുഞ്ഞുമക്കൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. നിക്കൽ 2+ റെഡിയായി. ഇനി വരുന്ന ആള് ലിഗാൻഡ് ആരാണ്? ലിഗാൻഡ് Cl- ലിഗാൻഡ്. Cl- ലിഗാൻഡ് വീക്ക് ആണ്, സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പെയറിംഗ് സംഭവിക്കില്ല. ഓക്കെ, അതായത് NiCl4 എന്ന കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കില്ല? നേരത്തെ സംഭവിച്ചതുപോലെ ഇവിടെ പെയറിംഗ് സംഭവിക്കില്ല. 3d8 ആയിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്തില്ല? ഈ ഇന്നർ ഡി ഓർബിറ്റലിൽ, ഇന്നർ ഡി ഓർബിറ്റലാണ്, ഇതാണ് ലാസ്റ്റത്തെ ഷെല്ല്, അതിന്റെ തൊട്ട് മുമ്പത്തെ ഷെല്ലാണ് ഇത്. ഇന്നർ ഡി ഓർബിറ്റലിൽ എംപ്റ്റി ഓർബിറ്റൽസ് ഇല്ല. അപ്പൊ ഇന്നർ ഡി ഓർബിറ്റലിന് നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ കിട്ടൂല. ഇനി ഓക്കെ, ഇനി Ni2+ റെഡി ആവണ്ടേ? എത്ര എംപ്റ്റി ഓർബിറ്റൽസ് വേണം? 4 എണ്ണം വേണം. 4 എംപ്റ്റി ഓർബിറ്റൽസ് വേണം. 4 എണ്ണം ഉണ്ടായല്ലോ, നോക്ക്, 1 2 3 4. ഓക്കെ, അതായത് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് ഒരു ഫോറസും, ഓക്കെ, അതിലാണ് ഒരു ഫോറസും 3 4p ഓർബിറ്റൽസും ആയിരിക്കും. അങ്ങനെ 4 ഓർബിറ്റൽസ് ആയി. ഒരു ഫോറസ് ഓർബിറ്റലും 3 4p ഓർബിറ്റൽസും. അങ്ങനെയാണെങ്കിൽ ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3. എത്ര എണ്ണം ഉണ്ടാവും? പുതിയത് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ആ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് ആരാണ് ഇലക്ട്രോൺ പെയർ കൊണ്ടുവന്നിട്ട് വെക്കുന്നത്? 4 Cl- ലിഗാൻഡുകൾ, 1 2 3 4. Okay, these are the 4 electron pairs from 4 Cl- ligands. Okay, ഇനി നിങ്ങൾ പറ ഏതാ ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് അവിടെ sp3 ആണ്. അതുകൊണ്ട് തന്നെ ജോമെട്രി എന്താണ്? ടെട്രാഹെഡ്രൽ ആണ്. അതായത് നിക്കല് സെന്ററില് 4 Cl- ഒരു ടെട്രാഹെഡ്രലിന്റെ 4 കോർണേഴ്സിലായിട്ട് ഉണ്ടാവും. കോർഡിനേറ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, ടോട്ടൽ ചാർജ് 2-. ഇനി നിങ്ങൾ പറ, 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ദി കോംപ്ലക്സ് ഈസ് പാരാമാഗ്നറ്റിക്. എന്ത് സിമ്പിൾ ആണ്, എന്ത് ഈസി ആണ് അല്ലെ? ഇനി ഒരു 4 കോർഡിനേറ്റഡ് കോംപ്ലക്സ് കൂടി മാഷ് പറയാൻ വേണ്ടി പോവാണ്. നന്നായി ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മൾ പറയാൻ പോകുന്ന മൂന്നാമത്തെ കോംപ്ലക്സ് NiCO4.
NiCO4. ഇനി പറയാം എന്താ പേര്? 4 കാർബണിൽ ലിഗാൻസ് ടെട്രാകാർബണിൽ ചാർജ് ഇല്ല. ഇത് ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. അപ്പൊ ടെട്രാകാർബണിൽ നിക്കൽ ചാർജ് ഇല്ല. ഇത് കോംപ്ലക്സിന് ചാർജ് ഇല്ല. ഇനി നിക്കലിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച്. നിക്കൽ എക്സ്, കാർബണിൽ ലിഗാൻഡ് ന്യൂട്രൽ ലിഗാൻഡ് ആണ്, 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 × 0 0, ടോട്ടൽ ചാർജ് 0. സോ x is equal to 0. സോ നിക്കലിന്റെ കോർഡിനേറ്റ്, നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഓക്കെ, അപ്പോ വീണ്ടും എഴുതേണ്ട കാര്യമില്ലല്ലോ, മാഷ് ഇവിടെ തന്നെ കാണിക്കട്ടെ. അപ്പൊ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s2. ഈ കോംപ്ലക്സിൽ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s2 4p0. ഇനി നിങ്ങൾ പറ, അതിന് നിക്കലായിട്ട് തന്നെയാണ്, നിക്കൽ 2+ അല്ല, നിക്കലായിട്ട് തന്നെയാണ്. പക്ഷെ വരുന്ന ലിഗാൻഡ് ആരാണ് നോക്ക്. ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആണ്. 4 CO ലിഗാൻഡുകൾ സ്ട്രോങ് ലിഗാൻഡുകളാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ കുഞ്ഞോളെ? അവിടെ ശ്രദ്ധിക്കണം, പെയറിംഗ് നടക്കും. എങ്ങനെ അറിയാവോ? ഈ 4sലുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും, 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അത്രയും സ്ട്രോങ് ലിഗാൻഡ് ആണ് CO. അത് 4sലുള്ള 2 ഇലക്ട്രോണിനെ 3dയിലേക്ക് ജമ്പ് ചെയ്യിപ്പിക്കും. അങ്ങനെ 3d എന്താവുന്ന അറിയാവോ? ഫില്ലാവും. അങ്ങനെയാണെങ്കിൽ 3dയിലുള്ള ഒരു ഓർബിറ്റലും ഹൈബ്രിഡൈസേഷൻ നമുക്ക് കിട്ടൂല. പക്ഷെ എത്ര ലിഗാൻഡുകൾ വരുന്നുണ്ട്? 4 ലിഗാൻഡ് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 4 എംപ്റ്റി ഓർബിറ്റൽസ് വേണം ഉണ്ടല്ലോ. 1 2 3 4. അപ്പോ ആ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഈ NiCO4 ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവം? ഇന്നർ ഡി ഓർബിറ്റൽ നമുക്ക് കിട്ടൂല, അവൈലബിൾ അല്ല, അത് ഫുൾഫിൽഡ് ആണ്. അപ്പൊ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് 1 4sഉം 3 4p ഓർബിറ്റൽസ്. അതവിടെ കാണിക്കുക. ഇതാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ 4 എണ്ണം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്താൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, ആ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് 4 CO ലിഗാൻഡുകൾ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നു. 4 ഇലക്ട്രോൺ പെയർസ് ഫ്രം 4 CO ligands. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇവിടേക്ക് 4 4 കോർഡിനേറ്റഡ് കോംപ്ലക്സുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് CO NH3 6 3+. CO NH3 6 3+. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ പറ, ആരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം? സെൻട്രൽ മെറ്റൽ ആറ്റം കോബാൾട്ട് ആണ് അല്ലെ? കോബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറ 27. അപ്പൊ 3d7 4s2. 3d7 4s2. ഓക്കെ, 4p0. നമുക്ക് 2 6 കോർഡിനേറ്റഡ് കോംപ്ലക്സുകളാണ് പറയാനുള്ളത്. അതിൽ ആദ്യത്തേതാണ്. കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാം. 1 2 3 4 5. 4s 4p0. 3d7 1 2 3 4 5 6 7. ഓക്കെ, 4s2. ഇനി കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? കൊബാൾട്ടിന്റെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ NH3 ന്യൂട്രൽ ലിഗാൻഡ് ആണ്, അതിന്റെ ചാർജ് 0 ആണ് 3. അപ്പൊ എക്സ് കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ അവിടെ 3 ആണ്, +3 ആണ്. ഓക്കെ, പേര് നിങ്ങൾക്ക് അറിയാമോ? മാഷ് എഴുതണ്ടല്ലോ. ഹെക്സാമീൻ കൊബാൾട്ട് 3. ഓക്കെ, ഹെക്സാമീൻ കൊബാൾട്ട് 3. അപ്പൊ കൊബാൾട്ട് 3 ആയിട്ടാണുള്ളത്, കൊബാൾട്ട് 3+ ആയിട്ടാണുള്ളത്. ഓക്കെ, അപ്പൊ 3 ഇലക്ട്രോണുകൾ ലോസ് ആവും. 2 എണ്ണം ഇവിടെ നിന്നും 1 ഇവിടെ നിന്നും. ഓക്കെ, അപ്പോ
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ഫോഴ്സ് എന്താണ് എം ടി ആണ്, 4p empty ആയിട്ടാണ് ഉള്ളത്. ഇനി വരുന്നത് ആരാണ്? NH3 ലിഗാൻഡ് ആണ്. അത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ NH3 വരുമ്പോൾ ഇതിങ്ങനെ പെയർ ചെയ്യപ്പെടും. അപ്പോൾ ആ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് മാഷ് നല്ല സ്പീഡിൽ പറയാണ്, കാരണം നിങ്ങൾക്ക് സംഗതി ക്ലിയർ ആയി. ഓക്കെ, NH3 6 3+ ഫോം ചെയ്യുമ്പോൾ കോബാൾട്ടിന്റെ 3d ഓർബിറ്റലില് എന്ത് സംഭവിക്കും? പെയറിംഗ് സംഭവിച്ചിട്ട് എത്ര എണ്ണം എം ടി ആയിട്ട് കിട്ടും നോക്കാം നമുക്ക്. ഇത് ഓൾറെഡി ഫിൽഡ് ആണ്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഫിൽഡ് ആയി, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഫിൽഡ് ആയി. 2 എം ടി ഓർബിറ്റൽ കിട്ടും. 3Dയിൽ 2 എം ടി ഓർബിറ്റൽ കിട്ടും. ഓക്കെ, അപ്പോ ഇനി എന്താണെന്ന് അറിയാവോ? വരുന്നത് 6 ലിഗാൻഡുകളാണ്. അപ്പൊ 6 എം ടി ഓർബിറ്റലുകൾ വേണം. 6 എം ടി ഓർബിറ്റലുകൾ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഈ 6 എം ടി ഓർബിറ്റലുകൾ റെഡി ആകും. എന്നിട്ട് അത് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. ഓക്കെ, അപ്പൊ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പൊ പേരെന്തായിരിക്കും ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിന്റെ? 2d 1s 3p d2sp3. 6 d2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, ആ 6 d2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ലേക്ക് 6 NH3 ലിഗാൻഡ്സിന്റെ ഇലക്ട്രോൺ പെയർസ് ഡൊണേറ്റ് ചെയ്യും. 6 electron pairs from what? From where? From 6 NH3 ligands. Okay, അപ്പോൾ ഏതാണ് ഹൈബ്രിഡൈസേഷൻ? D2sp3. അപ്പോൾ ഏതാണ് ജോമെട്രി? ഷുവർ ആണ്, അതെന്താണ്? ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ് അല്ലേ? ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. വരക്കാൻ അറിയാത്ത ആരുമില്ല. ഒരു സ്ക്വയർ പ്ലാൻ ആണ്. അതിന്റെ സെന്ററില് സ്റ്റാർ CO, അതിന്റെ 4 കോണറിൽ ആരുണ്ടാകും? 4 NH3 ഉണ്ടാകും. 1 2 3 4. കൂടാതെ മുകളിലും താഴെയുമായിട്ട് NH3. ഇതാണ് ഒക്ടാഹെഡ്രൽ ജോമെട്രി അല്ലേ? ചാർജ് എത്രയാണ്? 3+. ഇനി നിങ്ങൾ പറ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് ഇതെന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി ലാസ്റ്റത്തെ ഒരു കോംപ്ലക്സ് കൂടി കുഞ്ഞുമക്കളെ നമുക്ക് പറയാനുണ്ട്. ലാസ്റ്റ് കോംപ്ലക്സ് COF6 3-. COF6 3-. ഓക്കെ, അപ്പോ ഇവിടെയും കൊബാൾട്ട് ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം. കൊബാൾട്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കൂടി കഴിഞ്ഞ് നമ്മുടെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. കൊബാൾട്ട് ആയതുകൊണ്ട് 3d7 ഞാനിത് വായിച്ചിട്ട് ഇവിടെ എഴുതുന്നില്ല. നമുക്ക് ഇത് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം അത് അവിടെ തന്നെ വെക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു പ്രധാനപ്പെട്ട 2 ടേമുകൾ കുഞ്ഞുമക്കൾ നമുക്ക് പറയാനുണ്ട്. 3d7 4s2 4p0. ഓക്കെ, 4s2 4p0. ഓക്കെ, 1 2 3 4 5 6 7 4s2. ഇനി അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം. കൊബാൾട്ടിന്റെ x ആയിട്ട് എടുക്കുക. F എന്താണ്? F മൈനസ് 1ന്റെ -1 അങ്ങനെയുള്ള 6 എണ്ണം ഉണ്ട്. സോ -6 ഈക്വൽ ടു -3. സോ x is equal to +3. സോ ഹിയർ കൊബാൾട്ട് 3+ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? 1 2 3 4 5 3+ ആവുമ്പോൾ 3 ഇലക്ട്രോൺസ് പോകണ്ടേ? 2 ഇവിടെ നിന്നും 1 ഇവിടെ നിന്നും. അപ്പോ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ? 4s empty ആണ്, 4p empty ആണ്. ഇങ്ങനെയാണ് ഇനി കോംപ്ലക്സ് ഫോം ചെയ്യാൻ പോവാണ്. കോംപ്ലക്സ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 6 F- പുറപ്പെട്ടു. അപ്പൊ എന്താക്കണം? മിസ്റ്റർ CO3+ എന്താക്കണം? അത് 6 empty ഓർബിറ്റുകൾ റെഡിയാക്കിയിട്ട് വെക്കണം. 6 empty ഓർബിറ്റലുകൾ റെഡിയാക്കി വെക്കണം. അപ്പൊ അവിടെ വരുന്ന ലിഗാൻഡ് F- ആണ്. അത് എന്താണ്? വീക്ക് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? പെയറിംഗ് സംഭവിക്കില്ല. ഇവിടെ സംഭവിച്ചതുപോലെ പെയറിംഗ് നടക്കൂല. അതുകൊണ്ട് തന്നെ 3D ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ കിട്ടൂല. പക്ഷെ 6 ഓർബിറ്റൽസ് വേണം. ഉണ്ടോ? 6 ഉണ്ടോ?
1 2 3 4 എണ്ണയുള്ളപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താവുന്ന അറിയാവോ? 4D ഉണ്ട്. 4D ഉണ്ട്. അമ്മയില്ലേ? 1 2 3 4 5 3D ഓർബിറ്റിൽ കിട്ടുന്നില്ല, empty ആയിട്ട് കിട്ടുന്നില്ല. കാരണം F മൈനസ് എന്തല്ല, വീക്ക് അല്ല, സ്ട്രോങ് അല്ല. ഓക്കെ, അപ്പൊ 6 ഓർബിറ്റൽസ് കിട്ടാൻ 1 2 3 4 5 6 ഇങ്ങനെ 6 ഓർബിറ്റൽസ് കളക്ട് ചെയ്യും. ഓക്കെ, ഇത്രയും 6 ഓർബിറ്റൽസ്, ഇതാണ് 6 ഓർബിറ്റൽസ്. ഓക്കെ, ഒരു 4s 3 4p 2 4d ഓർബിറ്റൽസ്. അതായത് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന d ഓർബിറ്റൽ ഔട്ടർ d ഓർബിറ്റൽ ആണ്. അപ്പൊ ഇതേതായിരിക്കും ഹൈബ്രിഡൈസേഷൻ? s 3p ലാസ്റ്റത്തെ 2d. സോ 6sp3d2 ഹൈബ്രിഡൈസേഷൻ ഓർ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അവിടെയൊക്കെ 6 ഇലക്ട്രോൺസ് ഓക്യുപൈ ചെയ്യും. F-1 ഇലക്ട്രോൺസ് ഓക്യുപൈ ചെയ്യും. ഇതാ 6 ഇലക്ട്രോൺ പേഴ്സ്, 6 ഇലക്ട്രോൺ പേഴ്സ് ഫ്രം 6 F- ലിഗാൻഡ്സ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിന്റെ ജോമെട്രി പറഞ്ഞുകൂടെ? sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ഒക്ടാഹെഡ്രൽ ആണ്. ഒക്ടാഹെഡ്രൽ ആണ്. ഓക്കെ, അപ്പൊ ജോമെട്രി വരക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെ തീരാന എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റത്തെ 2 3 ടേൺ കൊബാൾട്ട് 6 കോണറില് 6 F മൈനസ് F മൈനസ് F മൈനസ് F മൈനസ് F മൈനസ് F മൈനസ് F മൈനസ്. ഓക്കെ, 3 മൈനസ്. നിങ്ങൾ പറ, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് അല്ല, പാരാമാഗ്നറ്റിക് ആണ്. കാരണം കോബാൾട്ട് തന്നെ, കോബാൾട്ടിന്റെ ഈ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ്. അതേ കോബാൾട്ടിന്റെ ഈ കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇനി മാഷ് പറയാൻ പോകുന്ന ടേമുകൾ കുഞ്ഞുമക്കൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ 2 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ നേരെ മനസ്സിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ, ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സില് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ടുള്ള ഓർബിറ്റൽ ഡി ഓർബിറ്റൽ, നിങ്ങൾ നോക്കിയൊന്ന് ഹൈബ്രിഡൈസേഷൻ ഒന്ന് നോക്കിയേ. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ ഏതാ? D2sp3 അല്ലേ? D2sp3 അല്ലേ? അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp3d2 അല്ലേ? ഹൈബ്രിഡൈസേഷൻ ഇതായാലും അതായാലും ജോമെട്രി ഒക്ടാഹെഡ്രലാ. ഓക്കെ, ഇതായാലും അതായാലും ഒക്ടാഹെഡ്രൽ തന്നെയാണ് ജോമെട്രി. പക്ഷെ ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഇന്നർ ഡി ഓർബിറ്റൽ ആണ്. അതേസമയം ഇത് ഔട്ടർ ഡി ഓർബിറ്റൽ ആണ്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഡി ഓർബിറ്റൽ ഇന്നർ ഡി ഓർബിറ്റൽ ആണെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് ഇന്നർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്. എന്താണ്? ഇന്നർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്. അതേസമയം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് ഔട്ടർ ഷെല്ലിലെ ഡി ഓർബിറ്റൽ ആണെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് ഔട്ടർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്. ഔട്ടർ ഓർബിറ്റൽ octahedral complexes. Octahedral complexes. Outer orbital octahedral complexes. മനസ്സിലായോ? തീർന്നില്ല. ഇനി ഇന്നർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസിൽ നിങ്ങൾ നോക്കിയേ. സാധാരണ രീതിയിൽ ഇന്നർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സില് സ്ട്രോങ് ലിഗാൻഡ് വരുന്നത് കൊണ്ട്, സ്ട്രോങ് ലിഗാൻഡ് വരുന്നതിലായിരിക്കും മിക്കവാറും D2sp3 ഉണ്ടാവുക. ഈ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ ഇലക്ട്രോൺസ് പരസ്പരം പെയർ ചെയ്യപ്പെടുന്നു. ശരിയല്ലേ? ഇലക്ട്രോൺസ് പരസ്പരം പെയർ ചെയ്യപ്പെടുന്നത് കൊണ്ട് സ്പിന്ന് കുറയുന്നു. എന്നാണോ ഒരു ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ സ്പിന്ന് പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റേ ഇലക്ട്രോണിന്റെ സ്പിൻ എന്താ? മൈനസ് ഹാഫ്. അപ്പൊ ടോട്ടൽ സ്പിൻ എത്ര? 0. അപ്പൊ പെയറിംഗ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സ്പിന്നുകൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടൽ സ്പിന്ന് കുറയുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത്തരം കോംപ്ലക്സുകളെ പറഞ്ഞ പേരാണ് ലോ സ്പിൻ കോംപ്ലക്സസ്. എന്താണ്? ലോ സ്പിൻ കോംപ്ലക്സസ്. ലോ സ്പിൻ കോംപ്ലക്സസ്. അതേസമയം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് ഔട്ടർ ഡി ഓർബിറ്റൽ ആണെങ്കിൽ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്നർ ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടല്ലേ. എന്തുകൊണ്ട് ഇന്നർ
ഓർബിറ്റൽ അവൈലബിൾ അല്ല, അവിടെ വരുന്ന ലിഗാൻഡ് വീക്ക് ആയതുകൊണ്ടാണ്. സോ വീക്ക് ലിഗാൻഡ് വരുന്ന ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ മിക്കവാറും sp3d2 ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ അവിടെ പെയറിങ് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ സ്പിന്ന് കൂടുതലായിരിക്കും. ഇവിടെ സ്പിന്ന് ക്യാൻസൽ ചെയ്തു നോക്കി, ഇവിടുത്തെ സ്പിന്ന് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്, ഇവിടെ സ്പിന്ന് ക്യാൻസൽ ചെയ്തോ, ടോട്ടൽ സ്പിന്ന് ഒരുപാട് കൂടുതലല്ലേ. അതുകൊണ്ട് അത്തരം കോംപ്ലക്സുകളെ പറഞ്ഞ പേരാണ് ഹൈ സ്പിൻ കോംപ്ലക്സസ്. എന്താണ്? ഹൈ സ്പിൻ കോംപ്ലക്സസ്. അപ്പൊ സാധാരണ രീതിയിൽ ഇന്നർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും, ഔട്ടർ ഓർബിറ്റൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ ഹൈ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും. ഓക്കെ, ഇവിടേക്ക് VBT-യുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി VBT-യുടെ ലിമിറ്റേഷൻസ് ആണ്, അത് അടുത്ത വീഡിയോയിൽ ചെറുതായിട്ട് നമുക്ക് പറയാം. ഓക്കെ.